നമ്മള് മുരിങ്ങക്കായ് പറിക്കുകയാണ്. ഗായ്സ്, ഇന്ന് നമ്മുടെ ഇലക്ഷന്റെ ദിവസമാണ്. അപ്പോ ഇന്നത്തേക്ക് നമുക്ക് ഇത്ര മുരിങ്ങക്കായോ എന്തെല്ലാം ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല. അപ്പൊ നമ്മള് മുരിങ്ങക്കായ് പറിച്ചിട്ടുണ്ട്. ഒരാഴ്ച മുന്നേ ഒരുപാട് പറിച്ചിട്ടുണ്ടായിരുന്നു. പച്ചമാങ്ങ വേണമെന്ന് പറഞ്ഞിന് അത് നമുക്ക് പറിക്കാം. പച്ച മാങ്ങന്റെ സ്ഥലം ഇതാ നമ്മളെ വീട്ടിൽ തന്നെയാണ്. ഇങ്ങനെ പറിക്കാം, അന്നക്കിത് ഇങ്ങനെ പറിക്കാം. വേറെ കുറെ ഹൈറ്റിൽ കുറെ മാങ്ങ ഇതായിട്ടുണ്ട്. ഈ മുരിങ്ങക്കായ നമുക്ക് മാങ്ങ അതോ അതുകൊണ്ട് പോയാ അപ്പൊ നമ്മക്ക് വേണ്ടുന്നത് ഈ മാങ്ങയാണ്. പറിക്കാം. നല്ല മാങ്ങ ഇവിടെ പഴുത്ത മാങ്ങ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് പറിക്കാം. ഇത് നല്ല വെളുത്തിയാണ്. ഇത് രണ്ടും നല്ല യെല്ലോ കളറിലുണ്ട്. ഇത് വെളുത്തിന് നല്ലോണം വെളുത്ത വാങ്ങിയ ഞാൻ കത്തി എടുത്തിട്ടോ. നമുക്ക് ഇതിന്റെ ടേസ്റ്റ് എന്തായാലും നോക്കണ്ട. കല്ലെ കടിച്ചെന്നാലോ. ഇതാ നമ്മള് കഴുകുന്നുണ്ട്. ചൂടാണോ? നോക്കറ വേണ്ടിട്ട് ഇപ്പൊ തണുത്തുള്ള കത്തി എടുത്തിട്ടുണ്ട്. അവനെ എപ്പാത്തും വരുവാ. ഞാൻ തിന്നു. അടിപൊളി വാങ്ങിയാണ്. തോലടക്കം തിന്നാ. കത്തിയെടുത്തിട്ട് വരുമ്പോ ശശി ആയിക്കോട്ടെ. ഇത് നമുക്ക് കത്തി കൊണ്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ മാങ്ങക്ക് നല്ല മധുരം ഉണ്ട്. നല്ല സൂപ്പറാ. ഈ ഭാഗം നോക്കിയാ തോലില്ലാണ്ട് നല്ല മധുരില്ലേ. ഗൈസ്, ഞാൻ കത്തിയോടെ വെച്ചിട്ട് വന്ന് നമ്മളിത് തിന്നാണ്ടിട്ട്. നല്ല മധുരില്ലേ. നമുക്ക് ഇത് വേറൊരു അതിഥിയും കൂടി വന്നിട്ടുണ്ട്. ചക്ക അതിഥി. അതിൻ്റെ അത്ര വണ്ണയുള്ളൂ ഈ പ്ലാവ്. ഇത് വേഗം ഉണ്ടാകുന്ന ചക്ക വാങ്ങിയതാണ്. അന്നെന്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് വാങ്ങിയ പ്ലാവാണിത്. അതുകൊണ്ട് ശരിക്കും ഓർമ്മ ഉണ്ടാവും. നമ്മൾ മാങ്ങ തിന്നു തന്നിട്ടുണ്ട്. കറക്റ്റായി എങ്ങനെയുണ്ട് കുറെ മാങ്ങ. മുരിങ്ങക്കായനെ വീഡിയോ എടുക്കും. ഇനി ഒരാഴ്ച ഞാൻ കൊറേ പറിക്കാനുണ്ടാവായിരിക്കും. കഴിഞ്ഞ ആഴ്ച പറിച്ചത് കൊറേ ഉണ്ടായിരുന്നു. ഒരു ലോഡ്, ഒരു കൊട്ട പോലെ ഉണ്ടായിരുന്നു. ഈ മരം ഫുള്ള് മുരിങ്ങക്കായി. അപ്പൊ നമ്മൾ ഓരോരാക്കിലെ കൊടുത്തിന് ഉണ്ടായ മുരിങ്ങക്കായി. ഈ പച്ച മാങ്ങനെ കൊണ്ട് പല വിഭവങ്ങളും ഉണ്ടാക്കണം. ഉപ്പുമാമ ഒരു സാധനം ഉണ്ടാക്കിന്, അത് നിങ്ങൾക്ക് വയ്യ കാണിച്ചു തരാം. അപ്പോൾ കാഴ്ച ഒരു സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പറിച്ചെടുക്കാം. അപ്പോൾ ഉച്ചയായിട്ടുണ്ട് സമയം. അപ്പോൾ നമുക്ക് ഇന്നുള്ളത് ഒരു സദ്യയാണ്. ഇപ്പോൾ സദ്യൻ്റെ അപ്പുറം സാമ്പാറുണ്ട്, പിന്നെ അവിയലുണ്ട്. പിന്നെ അവിയൽ കുറേ മുരിങ്ങക്കായലുണ്ട് നമ്മൾ പറിച്ച. പിന്നെ പച്ചടി ഉണ്ട്, കേബേജ് അറവുണ്ട്, പിന്നെ പൈനാപ്പിൾ ഉപ്പിലിട്ടിയും ക്യാരറ്റ് ഉപ്പിലിട്ടിയും. അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറിച്ചില്ലേനെ ഉപ്പുമാമ ഒരു അച്ചാറിട്ടിനെന്ന്. ഇതാ നമ്മളെ വീട്ടിലുണ്ടായ മാങ്ങ പറിച്ചിട്ടിട്ടതാണ്. അപ്പോൾ ഉപ്പുമാമ എന്ന് പറയുന്നത് ഉപ്പാൻ്റെ ഉമ്മാനെയാണ് നമ്മൾ വിളിക്കുന്നത്. ഇത് ഉപ്പുമാമ ആക്കിയത് പണ്ടത്തെ സ്റ്റൈലിലുള്ള ഒരു അച്ചാർ പോലത്തെ രീതിയിലാണ് ആക്കിയിട്ടുള്ളത്.
ഞാൻ പറയുന്ന സമയത്ത് മൈക്ക് ഓണല്ലേനു, ഓഫായി പോയിന്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതാ മാങ്ങ ടേസ്റ്റ് ചെയ്തു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇതാ ചോറ് കഴിക്കാൻ പോവുകയാണ്. നല്ല സാമ്പാറിൽ കുഴച്ച് കുറച്ച് കാബേജ് വറവെടുത്ത്, എന്നിട്ട് കുറച്ച് പച്ചടി എടുത്ത്, പിന്നെ കുറച്ച് അവിയലും എടുത്തിട്ട് ഒരു പിടി പിടിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും സംശയമായിരിക്കും ഈ സദ്യയിൽ എന്താ പപ്പടം ഇല്ലാത്തതെന്ന്. പപ്പടം ഇല്ലാത്തതിൻ്റെ കാരണം നമ്മൾ പപ്പടം മേടിച്ചിനേനു, അതിലെന്തോ ഫംഗസ് പോലത്തെ സാധനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പപ്പടം ഉണ്ടാക്കിയിട്ടില്ല. ഇതാണ് നമ്മുടെ പൈനാപ്പിൾ ഉപ്പിലിട്ടത്. ഇത് ഉപ്പ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നമ്മളെ താരം ആയ അവിയലിലെ ഒരു മുരിങ്ങക്കായൻ്റെ പീസ് എടുത്തിട്ട് അതങ്ങ് തിന്നുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ആണ് ഈ മുരിങ്ങക്കായ്. നമുക്ക് കടയിൽ നിന്നെല്ലാം കിട്ടുന്നതിനേക്കാളും വലുപ്പവും എല്ലാം ടേസ്റ്റും ഉള്ള ഒരു മുരിങ്ങക്കായാണിത്. നമ്മുടെ ക്യാരറ്റ് ഉപ്പിലിട്ടി ഉണ്ട്. ഇതും ഉപ്പ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്.